ശരണകീർത്തനം ഭക്തമാനസം ബലനലോലുപം നർത്തനാരസം അരുണഭാസുരം ഭൂതനായകം ഹരിവരാത്മജം ദേവമാർസയേ ശരണമയ്യപ്പ 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 സത്യകം പ്രാണനായകം പന്നതകൽപകം സുപ്രഭാതിതം അന്നതകൽപകം കീർത്തനർപ്പ്യം ഹരിവരാത്മജം ദേവമാസയേ ശരണമയ്യപ്പ 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 ശരണം വാഹനം സുന്ദരാനരം വദകരായുരം ശിവമന്ദിരം ഗുരുകൃപാഗണം സൂതനർപ്പ്യം ഹരിവരാത്മജം ദേവമാസയേ ശരണമയ്യപ്പ 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 സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ. പാർവതി 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 നല്ല പേര്. സ്വാമി ശരണമയ്യപ്പ ബ്രഹ്മശാസ്ത്രാദി ശരണമയ്യ. ശബരിമലയ്ക്ക് പോകുന്നത് എൻ്റെ അച്ഛൻ്റെ കൂടെയാണ്. 18ാമത്തെ വയസ്സ് ശബരിമലയ്ക്ക് പോയി തുടങ്ങിയതാണ്. അന്ന് അച്ഛനാണ് തിരുവാഭരണ ഘടകം വഹിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഗുരുസ്വാമി. ആ ഒരു റോഫിൽ ഞാനും അച്ഛൻ്റെ കൂടെ പോയി തുടങ്ങി. 18ാമത്തെ വയസ്സ് മുതൽ പേടകം എടുക്കാൻ തുടങ്ങിയതാണ്. ആദ്യം പോകുന്നത് തന്നെ പേടകം എടുത്തുകൊണ്ടാണ്. അങ്ങനെ ഞാനിപ്പോൾ 71 വർഷം ഈ തിരുവാഭരണ പേടകം ശേഷിച്ചേറ്റിയിട്ടുണ്ട്. അതിൽ ഇപ്പോൾ 3 വർഷമായിട്ട് ഞാൻ പോകുന്നില്ല. കൊട്ടാരത്തിൽ നിന്ന് പേടകമെടുത്ത് ക്ഷേത്രത്തിൽ കൊടുക്കുക എന്നുള്ളതേ ഉള്ളായിരുന്നു. അങ്ങനെ 71 വർഷം. ഇത്രയും വർഷം തിരുവാഭരണ പേടകം ശേഷിച്ചേറ്റിയവർ പന്തളത്ത് മറ്റാരും കാണുമെന്ന് തോന്നുന്നില്ല. അങ്ങനെയാണ് ഞാൻ ശബരിമലയിൽ പോയി തുടങ്ങിയത്. ഇപ്പോൾ ഒരു 3 വർഷം കൊണ്ട് പോകുന്നില്ല. നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രായമായി, അതുകൊണ്ടാണ്. പിന്നെ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് എന്ത് പറയാനാണ്, എല്ലാം അയ്യപ്പൻ്റെ ഒരു നിയോഗമാണ്. ഇപ്പോൾ എൻ്റെ മോനാണ് ഇത് എൻ്റെ 18ാം പടി കയറുന്ന രൂപം കൊണ്ട്. സ്വാമിയെ ശരണമയ്യപ്പ. ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനനുബന്ധിച്ച്, അതുപോലെ തന്നെ തിരുവാഭരണ ദർശന മഹോത്സവത്തോടനുബന്ധിച്ച് പന്തളം വലിയോയിക്കൽ ക്ഷേത്രസന്നിധിയിൽ വിപുലമായ ഒരുക്കങ്ങൾ ദേവസ്വം ബോർഡും ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ നടത്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്രമ സൗകര്യങ്ങളും
അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ വിരി വെക്കുവാനുള്ള സൗകര്യവും 500-ൽ കൂടുതൽ അയ്യപ്പ ഭക്തന്മാർക്ക് വിരി വെക്കാനുള്ള സൗകര്യവും അതുപോലെ തന്നെ ദർശനത്തിന് എത്തുന്ന എല്ലാ അയ്യപ്പ ഭക്തന്മാർക്കും രാവിലത്തെ പ്രഭാത ഭക്ഷണം, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് അന്നദാനം, വൈകിട്ട് അന്നദാന കഞ്ഞി എന്നിവ ആഹാര സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. അവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യങ്ങൾ, ശൗചാലയങ്ങൾ, അതേപോലെ തന്നെ ദേഹശുദ്ധി വരുത്തുവാനുള്ള കടവുകൾ എല്ലാം തന്നെ വൃത്തിയാക്കി ഭംഗിയായി വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ അയ്യപ്പ ഭക്തന്മാരും വളരെ സൗകര്യപ്രദമായ രീതിയിലൊരു തീർത്ഥാടന കാലം പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ അയ്യപ്പ ഭക്തന്മാരെയും പന്തളം വലിയോയിക്കൽ ക്ഷേത്രസന്നിധിയിലേക്ക് ശ്രീ അയ്യപ്പസ്വാമിയുടെ നാമധേയത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. സ്വാമിയേ ശരണമയ്യപ്പ. ഹായ് കൂട്ടുകാരെ, വിളിച്ചാൽ 3-ാം തീയതി 4 മണിക്ക് വരണം. പന്തളത്ത് അമ്പലത്തിൽ പോകണം. വെട്ടിയാൽ ഗൗരി ശിവൻ തിരുവാതിര സമിതി അലങ്കരിച്ചുകൊണ്ട് കൂട്ടുകാരെല്ലാവരും വരണം. സ്വാമിയേ